എൻ്റെ പേര് ഗീത. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭർത്താവ് ടൗണിലെ ഒരു നല്ല കമ്പനിയിൽ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹത്തിന് അവിടെ നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ആയിരുന്നു. പക്ഷേ കമ്പനിയിലെ സ്ട്രെസ്സ് പലപ്പോഴും അദ്ദേഹത്തിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹം വീട്ടിൽ വന്ന് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് പലപ്പോഴായി ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് പുള്ളി വീട്ടിലെത്തിയിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. ഞാൻ ചായ കൊടുത്തപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അന്നത്തെ ദിവസമേ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു, ഇന്നലെ എന്തു പറ്റിയതാണ്, എന്താണ് ഇത്ര ടെൻഷൻ, എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഓ, ജോലിയുടെ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്തു പറ്റി, പ്രമോഷനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ലേ? പ്രമോഷൻ ഞാനും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഈ വട്ടം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സോമനായിരിക്കും ഈ വട്ടം പ്രമോഷൻ കിട്ടാൻ സാധ്യത. അതെന്താ നിങ്ങൾക്ക് കിട്ടാത്തത്? നിങ്ങൾ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. എപ്പോഴും ജോലിയുടെ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രമോഷൻ തരാതിരിക്കുന്നത്? എനിക്കറിയില്ല. നമ്മൾ ബോസിനെ നന്നായി ഇമ്പ്രസ് ചെയ്യണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ ആ സാലറിയിലെ ഹൈക്ക് പ്രതീക്ഷിച്ച് പല കാര്യങ്ങളും പ്ലാൻ ചെയ്തായിരുന്നു. ദൈവമേ, ഇനി അതൊന്നും നടക്കാതെ പോകുമോ? എനിക്ക് ആലോചിക്കാനേ വയ്യ. അയ്യോ, പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാം. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാനിവിടെ ഇല്ലേ? നമുക്കൊരു ദിവസം അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യാൻ ഡിന്നറിന് വേണ്ടി ഇങ്ങോട്ട് വിളിച്ചാലോ? അതെ, ഞാനും അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. നല്ല ഐഡിയ. നമ്മൾ പക്ഷേ എന്ത് കഴിക്കാൻ കൊടുക്കും? അതൊക്കെ നമുക്ക് വൈകിട്ട് വന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് വരൂ, നാളത്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓഫീസിലേക്ക് പോയി. എൻ്റെ ആലോചന മുഴുവൻ എങ്ങനെയാണ് സൽക്കരിക്കേണ്ടതെന്നായി. ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തു. നല്ല ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച് വീട്ടിലെല്ലാം വെച്ചു. നല്ല റൂം സ്പ്രേ ഒക്കെ വാങ്ങി വീടെല്ലാം നല്ല ഭംഗിയായി അലങ്കരിച്ചു. കുറച്ച് സ്റ്റാൻഡേർഡായിട്ടിരിക്കണമല്ലോ നമ്മൾ ക്ഷണിക്കുമ്പോൾ. അദ്ദേഹത്തിന് തോന്നണ്ടേ നമ്മളും കുറച്ച് സ്റ്റാൻഡേർഡായി ജീവിക്കുന്ന ആൾക്കാരാണെന്ന്. അങ്ങനെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ ഭർത്താവും കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. എല്ലാം വെച്ച് ഞങ്ങൾ വീട് നന്നായി ഡെക്കറേറ്റ് ചെയ്തു. പിറ്റേന്നത്തേക്കുള്ള ഡിന്നർ സെറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കി. അങ്ങനെ പിറ്റേ ദിവസം എത്തി. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിനെ കണ്ടാൽ ഏകദേശം ഒരു 40 വയസ്സൊക്കെ തോന്നിക്കും. പക്ഷേ നല്ല നീളവും വണ്ണവുമുള്ളൊരു സൗന്ദര്യമുള്ള മുഖം ആയിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഞങ്ങൾ അന്ന് അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിന് നല്ല സന്തോഷമായെന്ന് മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ രാജേഷ് ഏട്ടൻ ഞങ്ങളുടെ റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിനി പ്രമോഷൻ്റെ കാര്യം പറയട്ടെ, എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ. ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട് നല്ല ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ കാര്യം അവതരിപ്പിച്ചോളൂ. എന്തായാലും നല്ലൊരു തീരുമാനമായിരിക്കും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു. അദ്ദേഹം ഒന്ന് ചിരിച്ചു. അതൊക്കെ നമുക്ക് ആലോചിക്കാം. എനിക്കും ആഗ്രഹമുണ്ട് നിനക്ക് പ്രമോഷൻ തരുന്നതിൽ. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജേഷ് ഏട്ടൻ ഒരു കോള് വന്ന് രാജേഷ് ഏട്ടൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, നിൻ്റെ കമ്പനിയിലൊരു ഒഴിവുണ്ട്, നിനക്ക് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. നിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിന്നെ എനിക്ക് അവിടെ ഹയർ ചെയ്താലോ എന്ന് ആഗ്രഹമുണ്ട്. നീ എന്ത് പറയുന്നു എന്നോട് ചോദിച്ചു. കമ്പനിയിലൊന്നും വർക്ക് ചെയ്യാൻ അത്ര വലിയ എഡ്യൂക്കേഷനൊന്നും എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. നിനക്കേ പറ്റൂ. എനിക്ക് ഞാൻ എന്തായാലും ഒരു ജോലി അവിടെ തരും. നീ എൻ്റെ എഡ്യൂക്കേഷനൊന്നും വേണ്ട. പക്ഷെ നീ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ നിനക്കവിടെ ഒരു ജോലിയുണ്ട്. നീ എന്തായാലും അവിടെ നിന്ന് വാ. ബാക്കി കാര്യങ്ങൾ ഞാൻ രാജേഷിനോടായിട്ട് ആലോചിച്ചിട്ട് നിനക്കൊരു ജോലി സെറ്റാക്കി തരാം.
പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിന്നറൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നേരം നിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പോകണമല്ലോ. ബാക്കിയൊക്കെ നിന്നെ അവിടെ ജോലിക്കെടുത്തതിന് ശേഷം ഞാൻ പറയാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്ത് അവിടെ നിന്നാൽ നിനക്ക് അവിടെ നല്ല ശമ്പളവും ഞാൻ തരാം. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്ത് നീ അവിടെ നിന്നാൽ മതി. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ നിന്നെ രാത്രിയിൽ വിളിക്കാൻ ഡീറ്റെയിൽസ് പറയാം.